മോദിജി വരുന്നതിന് മുൻപ് ഈ സംസ്ഥാനത്തേക്ക് കേന്ദ്ര സർക്കാരുകൾ കൊടുത്തുകൊണ്ടിരുന്ന ഗ്രാന്റ് എന്ന് പറയുന്നത് 602 കോടിയാണ്. എന്നാൽ മോദിജിക്ക് ശേഷം ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് കിട്ടുന്നത് 22,171 കോടി ഗ്രാന്റ് ആണ് കിട്ടുന്നത്. വളരെ ചുരുക്കി പറയാം, വിശദമായിട്ട് പറയാൻ ധാരാളം കണക്കുകളുണ്ട്. പക്ഷെ ചുരുക്കി പറയാം, കഴിഞ്ഞ 9 വർഷക്കാലം നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് 9 വർഷക്കാലം ഇന്ത്യ ഭൂഖണ്ഡത്തിന്റെ 1% മാത്രം വിസ്തീർണം വരുന്ന കേരളത്തിലേക്ക്, ഇന്ത്യയിലെ ജനസംഖ്യയുടെ 2.5% മാത്രം വരുന്ന കേരളത്തിലേക്ക് 9 വർഷക്കാലം കൊണ്ട് 9 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികൾ കൊടുത്തു കഴിഞ്ഞു, നടപ്പാക്കി കഴിഞ്ഞു. അതാണ് മോദി ഗ്യാരണ്ടി. നമ്മുടെ ഹൈവേ വികസനം, നമ്മുടെ റെയിൽവേ വികസനം, നമ്മുടെ തുറമുഖ വികസനം, ഇങ്ങനെയുള്ള നിരവധി മേഖലകളിൽ എണ്ണിയാലൊടുങ്ങാത്ത വിധത്തിലുള്ള വമ്പൻ വികസന പദ്ധതികൾക്ക് വേണ്ടി തുക അനുവദിച്ചു. ഇതൊക്കെ നമുക്ക് പച്ചയായ യാഥാർത്ഥ്യമാണ്, അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്യും എന്നല്ല പറഞ്ഞത്, ചെയ്തു കഴിഞ്ഞു, കൊടുത്തു കഴിഞ്ഞു. വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റും നരേന്ദ്രമോദിയും ഇക്കാര്യങ്ങൾ പറയുന്നത്. ഇത് ചരിത്രത്തിലാദ്യമാണ്, ഇന്ത്യ ഗവൺമെന്റിന്റെ ചരിത്രത്തിലാദ്യമാണ് കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിന് ഇത്ര വിപുലമായിട്ടുള്ള പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ആ നരേന്ദ്രമോദിയെ ചാണകവെള്ളം കളിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഈ കോൺഗ്രസിന്റെ ഉള്ളിലുള്ള അങ്ങേയറ്റത്തെ ഇടുങ്ങിയതും ദുഷ്ടവും ആയിട്ടുള്ള ജാതി ചിന്തയാണ്. കാരണം ഒരു OBC-കാരൻ, ഒരു പിന്നോക്കക്കാരൻ, അയാള് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് കയറിയിരുന്ന് കോൺഗ്രസിനെ വെല്ലുവിളിച്ചു എന്ന് മാത്രമല്ല, കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പിന്നോക്കക്കാരനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ക്രൂരവും നിന്ദ്യവും നീചവുമായിട്ടുള്ള ഒരു പ്രതികരണമാണ് കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലില്ലാത്ത വിധം അങ്ങേയറ്റം സംസ്കാര ശൂന്യമായി 2014 തൃശ്ശൂരിൽ ചെയ്തു, 2016 തൃശ്ശൂരിൽ ചെയ്തു, ഇപ്പോൾ ഇതാ ഈ 2024 ചെയ്തു. അതായത് ജാതി നിന്ന എന്ന് തന്നെ പച്ചയ്ക്ക് പറയേണ്ടി വരും. ഈ തരത്തിലേക്ക് കോൺഗ്രസ് അധപ്പതിക്കാൻ പാടില്ലാത്തതാണ്. അതിന് മറ്റെന്ത് ന്യായീകരണം പറഞ്ഞാലും കോൺഗ്രസ് അത്ര വലിയ പാതകമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, വലിയ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് റജിൽ ബാപ്പുട്ടി അവിടെ പശുവിനെ കൊന്ന് ഇറച്ചി വിതരണം ചെയ്തതും ഇതേ കേരളത്തിലാണ്. അപ്പോൾ വലിയ മൂല്യങ്ങളോടൊക്കെ വലിയ ആരാധന പുലർത്തുന്നുണ്ടെങ്കിൽ ഗോവധം പോലും നടത്താൻ മടിയില്ലാത്ത വിധത്തിലുള്ള ഒരു സാംസ്കാരിക ച്യുതിയിലേക്ക്, അധമ മനോഭാവത്തിലേക്ക് കോൺഗ്രസ് നിബന്ധിച്ചിരിക്കുന്നു. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. കേരളത്തിനകത്തും ഇന്ത്യ മുഴുവനും വലിയ വില കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള വിനാശകാലെ വിപരീത ബുദ്ധി എന്നുള്ള നിലയുള്ള നിലപാടാണ് യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് മൂത്ത കോൺഗ്രസ്സുകാര് ഇവിടെ ചെയ്യിച്ചിരിക്കുന്നത്. ഇതൊക്കെ യൂത്ത് കോൺഗ്രസും KSUവും തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ നിലനിൽപ്പിന് തന്നെ അപകടമാണ്. ആ തരത്തിലുള്ള പ്രതികരണമായിരിക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ കോൺഗ്രസ് നേരിടാൻ പോകുന്നത്.